കെ ആന്റണി സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയ ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഒരു പത്രസമ്മേളനമല്ലേ നടത്തിയത്? ഈ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പലതരത്തിലുള്ള ചോദ്യങ്ങൾ തിരിച്ചു മറിച്ചു അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കൺവിൻസിംഗ് ആയ തരത്തിൽ തന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളത് കൊണ്ട് ആ പത്രസമ്മേളനം വലിയ രീതിയിൽ പാർട്ടിക്കും ഇതുപോലെയുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഗുണപരമായി മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കെ ആന്റണി പറഞ്ഞ സംഭവങ്ങൾ പുതിയ തലമുറ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ്. ഈ ജൻസി തലമുറയ്ക്കൊന്നും പരിചയമില്ലാത്ത വിഷയമാണ്. അപ്പൊ അതിൽ ശിവഗിരിയിലെ പോലീസ് ആക്ഷന്റെ സാഹചര്യം എന്താണ്? കെ ആന്റണി വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. കെ ആന്റണി അധികാരം ഒഴിഞ്ഞ ശേഷം ഇ കെ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ന് പൊതുസമക്ഷത്തിലുണ്ട്. അത് വീണ്ടും ഒരിക്കൽ കൂടി പുറത്തു വിടണമെന്നും വീണ്ടും അതിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാവണമെന്നും ശ്രീ കെ ആന്റണി പറയുമ്പോൾ അങ്ങേയറ്റത്തിൽ കൺവിക്ഷന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ആ അന്വേഷണ റിപ്പോർട്ട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വളരെ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ആക്ഷൻ എന്ന് പറയുന്നത് എക്സസ് ആയിരുന്നില്ല. അവിടെ രണ്ടു വിഭാഗം ആളുകൾ തമ്മിൽ ഇതുണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുകൾക്ക് അധികാരം കൈമാറി കിട്ടിയില്ല. അതുമായി ബന്ധപ്പെട്ട് കോടതി വിധി ഉണ്ടായി. തെരഞ്ഞെടുപ്പ് ആ കോടതി വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റിന് സ്റ്റെപ്പ് ഇൻ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ തന്നെ ആദ്യത്തെ തവണ ചർച്ച നടത്തി, രണ്ടാമത്തെ തവണ ചർച്ച നടത്തി, മൂന്നാമത്തെ തവണ ചർച്ച നടത്തിയിട്ടും ഒരു പരിഹാരമാവാത്ത ഘട്ടത്തിലാണ് കോടതി വിധി നടപ്പാക്കിയേ തീരൂ എന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ പോലീസ് ആക്ഷൻ അവിടെ വേണ്ടി വന്നത്. അപ്പോ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് ചില സിനിമകൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നെറേറ്റീവുകൾ പുറത്തു വരുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ ആളുകൾക്ക് മനസ്സിലാവാതെ പോകും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച വീണ്ടും ഉണ്ടാവുക എന്ന് പറയുന്നത് ഗുണപരമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ സംഭവം ദൗർഭാഗ്യകരമായി പോയി എന്ന് ശ്രീ ആന്റണി പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്ഷൻ അവിടെ വേണോ ഇല്ലയോ എന്നുള്ളത് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് അവിടെ ഈ സമരക്കാര് ഒരു ആദിവാസി വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു പോലീസുകാരനെ വരിഞ്ഞ് മുറുക്കി മരത്തിനെ കെട്ടിയിട്ട് തല്ലിയും കുത്തിയും ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിന് ശേഷമാണ് പോലീസ് ഒരു ആക്ഷനിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. അത്രത്തോളം അത് ഒരു സാധാരണഗതിയിലുള്ള ഒരു സമരം ആയിരുന്നില്ല. ഇന്ന് നമ്മൾ തിരിഞ്ഞു വേണ്ടിയിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിലും ഒരു പോലീസ് ആക്ഷൻ എടുക്കുമ്പോൾ പലപ്പോഴും ആ സമയത്തെ സാഹചര്യമാണല്ലോ പരിഗണിക്കുക. അവിടെ ഒരു അടിച്ചമർത്തൽ മനോഭാവത്തോടു കൂടിയുള്ള ഒന്നായിരുന്നില്ല, മറിച്ച് ഒരു സ്വാഭാവികമായ ക്രമസമാധാന പാലനം എന്ന് പറയുന്ന ഭരണപരമായിട്ട് ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സ്വതന്ത്രമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ശ്രീ കെ ആന്റണി ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെയും എക്സോണറേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.